നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ കാറ്റ് കാരണം വോയിസ് ക്ലിയർ ആവുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ, ഞാനിപ്പോൾ നിൽക്കുന്നത് സാങ്കോസ് ആൻഡ് ഒയാസിസ് എന്ന് പറയുന്ന ഒരു ക്യാമ്പിംഗ് സൈറ്റിലാണ്. ഞങ്ങളുടെ ക്യാമറമാൻ എടുത്തിട്ട് രണ്ടാമത്തെ ദിവസം നൈറ്റ് ഞങ്ങൾ അവിടെയാണ് സ്റ്റേ ചെയ്തത്. അടിപൊളി ക്യാമ്പിംഗ് സൈറ്റാണ്, ഒന്നും പറയാനില്ല, അടിപൊളി ക്യാമ്പിംഗ് സൈറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ ഈ ക്യാമ്പിംഗ് സൈറ്റാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, ബീച്ചിൻ്റെ എൻഡിലായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. നല്ല കിടിലം വ്യൂ ആണ് ഇവിടെയെല്ലാം. ഈ ക്യാമ്പിംഗ് സൈറ്റ് തന്നെ നമുക്ക് കണ്ടു തീർക്കാൻ വേണ്ടി ഒരു 4-5 മണിക്കൂർ എടുക്കും. അത്ര ഉള്ള ഒരു വ്യൂ പോയിന്റും വിത്ത് ബീച്ച്, പ്രൈവറ്റ് ബീച്ച് പോലത്തെ ഒരു സെറ്റപ്പുമാണ്. ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പും എല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റാണ്. ഇതിലെ വരുന്നവർ കഴിവതും ഇത് ഒഴിവാക്കാതിരിക്കാൻ നോക്കുക. ഓൺലൈനിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഫോൺ വിളിച്ചാലും ഒരു ബുക്കിംഗ് എടുക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ കിട്ടിയില്ല, ഇതിലെ വരുമ്പോൾ ഒന്ന് കയറി ചോദിച്ചാൽ മതി, ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇതിന് മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുള്ള 1-2 പേരുടെ സജഷൻ വെച്ചാണ് ഞാനും ഇവിടെ വന്നത്. പക്ഷേ വന്നത് നഷ്ടമായില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സൂപ്പർ ക്യാമ്പിംഗ് സൈറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ക്യാമ്പിംഗ് സൈറ്റൊക്കെ ഒന്ന് കണ്ടു നോക്കാം. സാങ്കോസ് ആൻഡ് ക്യാമ്പിംഗ് സൈറ്റ് അടിപൊളി ഒരു ക്യാമ്പിംഗ് സൈറ്റാണ്. നമ്മൾ മോട്ടോർ ഹോമിൻ്റെ ട്രിപ്പ് തുടങ്ങി NC500 കംപ്ലീറ്റ് ചെയ്യുന്ന ഇന്ന് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഈ NC500 കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള 2 പേര് പ്രത്യേകം പറഞ്ഞാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഈ സാങ്കോസ് ആൻഡ് ക്യാമ്പിംഗ് സൈറ്റിൽ എൻ്റർ ആകണം, അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലെന്ന്. അപ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ കിട്ടുന്നില്ലായിരുന്നു, ഇവിടെ ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ലാസ്റ്റ് മൊമെൻറ്റ്, അതായത് ഇന്ന് പകലാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നതിന് അന്ന് പകലായിട്ടാണ് നമുക്കത് കിട്ടിയത്. പിന്നെ ഇവിടുത്തെ നോർമലായിട്ടുള്ള എൻട്രി ടൈം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് നമ്മളിവിടെ വരേണ്ടത്. രാത്രി 8 മണിക്ക് മുമ്പായിട്ട് നമ്മളിവിടെ എൻ്റർ ചെയ്യണം, ഇല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്യും. അതവർ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് മുമ്പ് നമ്മളിവിടുന്ന് വിട്ട് പോകേണ്ടതാണ്. അടുത്ത ആൾക്കാർ 12 മണിക്ക് വരും. അപ്പം നമ്മൾ നേരെ എൻട്രൻസ് ചെല്ലുമ്പോൾ ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഓഫീസ്. അപ്പോൾ രാവിലെ ഇവിടെ ആരുമില്ല, പക്ഷേ ഉച്ചയ്ക്ക് 12 മണി കഴിയുമ്പോൾ അവിടെ ഫുൾ ആൾ കാണും. ഇത് പിന്നെ നമ്മൾ നോർമൽ ക്യാമ്പിംഗ് സൈറ്റിൽ കാണുന്ന പോലെ നമ്മുടെ ജനറൽ വേസ്റ്റിൻ്റെയൊക്കെ ആ ഒരു സെക്ഷനാണ്. ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റ് എപ്പോൾ നോക്കിയാലും ഫുള്ളി ബുക്ക്ഡ് ആയിരിക്കും. ഇതിന് നേരത്തെ നമ്മൾ പ്രീ ബുക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ അവൈലബിലിറ്റി കിട്ടാൻ ഭയങ്കര പാടാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ കാണുന്ന റൂഫ് ഉണ്ടോ, ഞാൻ ആ സൂം ചെയ്ത് കാണിച്ചിരിക്കുന്ന ആ റൂഫ്, അതായത് ഈ ക്യാമ്പിംഗ് സൈറ്റിലുള്ള ഒരു പബ്ബാണത്. അതുകൊണ്ട് ഈ പബ്ബ് ഈ ക്യാമ്പിംഗ് സൈറ്റിലുള്ളത് കൊണ്ട് ഇവിടെയുള്ള യാത്രക്കാരെല്ലാവരും തന്നെ ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റ് ചൂസ് ചെയ്യും. സാധാരണ ഏതെങ്കിലും കോർണറിലോ ഏതെങ്കിലും പറമ്പിലോ ഒക്കെ ആയിട്ടാണ് നമുക്ക് ക്യാമ്പിംഗ് സൈറ്റുകൾ കാണാറുള്ളത്. പക്ഷേ ഇവിടെ ബീച്ചിൻ്റെ സമീപത്തായിട്ടുള്ള ഒരു ക്യാമ്പിംഗ് സൈറ്റ് വിത്ത് പബ്ബ്, അത് മാത്രമല്ല ആ പബ്ബിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റിയോടുകൂടി ഒരു ക്യാമ്പിംഗ് സൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് എല്ലാവരും തന്നെ ഇവിടെ ആദ്യം തന്നെ ബുക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല NC500 കറങ്ങി വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു മിഡിൽ പോയിന്റിലായിട്ട് തന്നെയാണ് ഈ ഒരു സാങ്കോസ് ആൻഡ് എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്നതാണ് ഈ ക്യാമ്പിംഗ് സൈറ്റിലെ വാട്ടർ ഫില്ല് ചെയ്യുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് വണ്ടിയുടെ ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് വാട്ടർ കളയുന്നതുമായിട്ടുള്ള ആ ഒരു പ്ലേസ്. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിലും നമ്മൾ ജോണോ ഗ്രോട്ട്സി കണ്ടപോലെ തന്നെ ഒരു സൈൻ ബോർഡ് ഉണ്ട്. കാരണം ഇതും UK ഒരു എൻഡ് പോയിന്റ് തന്നെയാണ്. ഈ ഡയറക്ഷനിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരവും അവർ ആ സൈൻ ബോർഡിൽ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. സാങ്കോസ് ആൻഡ് ഒയാസിസ് എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിലെ ബാറാണ് അവർ ഏറ്റവും ടോപ്പിലായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അവിടുന്ന് ന്യൂയോർക്കിലേക്കും പാരീസിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും പോകേണ്ട എത്ര കിലോമീറ്റർ ആണെന്നുള്ളത് അവരവിടെ കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ലാൻഡ്സിൻ്റെ, അതായത് UK മറ്റേ അറ്റമായ കോൺവാർഡിലുള്ള ലാൻഡ്സിലേക്കുള്ള ദൂരവും എല്ലാം തന്നെ അവർ മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാങ്കോസ് ആൻഡ് എന്ന് പറയുന്ന ഈ ക്യാമ്പിംഗ് സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ടുള്ള ഏറ്റവും അറ്റത്തായിട്ടുള്ള ആ ഒരു പിച്ചാണ് കാണുന്നത്. ആ വണ്ടിയാണ് അവിടെ ലാസ്റ്റ് കിടക്കുന്നത്. അപ്പം നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോ സ്ലോട്ടിനും നമ്പറുണ്ട്. ആ നമ്പർ നമുക്ക് സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അത് കാണുന്ന 22F എന്നാണ്. അപ്പോൾ ഇവരാണ് ബീച്ചിൻ്റെ ഏറ്റവും കോർണറിലായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഇവർ പ്രീ ബുക്ക് ചെയ്തിരിക്കുന്നതാണ്. എല്ലാവരും തന്നെ പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 11 മണിക്ക് മുമ്പേ ഇവിടുന്ന് പോകണം. അതുകൊണ്ട് എല്ലാവരും തന്നെ രാവിലെ ഏറ്റ് പോകാനുള്ള പരിപാടിയിലാണ്. ഏറ്റവും താഴെ ഇപ്പം നമ്മൾ മിനി ക്യാമ്പർവാനൊക്കെയാണ് കണ്ടത്. ഇപ്പം നമ്മൾ ഈ മേളിൽ കാണുന്നതാണ് മോട്ടോർ ഹോമിൻ്റെ ആ ഒരു പാർക്കിംഗ് ഏരിയ. ഇതിൻ്റെ അവസാനം വന്നുകൊണ്ട് ഏറ്റവും ലാസ്റ്റായിട്ടാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. ആ ഒരുപോലെ കിടക്കുന്ന 2 വണ്ടി ഒരു കമ്പനിയുടെയാണ്. അതിൻ്റെ അങ്ങേയറ്റത്ത് കിടക്കുന്ന വണ്ടിയാണ് നമ്മളാണ് ഇവിടുത്തെ അവസാനം ബുക്ക് ചെയ്ത ആൾക്കാർ. അതുമാത്രമല്ല ഇവിടെ ഒരുപാട് പേര് ടെൻ്റ് അടിച്ചും സ്വന്തം വണ്ടിക്കകത്തും ഒക്കെ തന്നെ താമസിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസാണ്. വണ്ടിക്കിടുന്ന പിച്ചിനും അതുപോലെ ടെൻ്റ് അടിക്കുന്നതിനും ഒക്കെ ഡിഫറെൻറ്റ് പ്രൈസാണ്. അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമ്പിംഗ് സൈറ്റിൽ ഞാൻ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത ഒരു സംഭവമാണ്. വേറെ എങ്ങും തന്നെ അങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല. അതായത് ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിലെ ഷവർ റൂമാണ് ഇത്. കണ്ടോ,
ഇതിനകത്ത് ഫാമിലി ഷവർ റൂം എന്ന് പറഞ്ഞ് 2 റൂമും തൊട്ടപ്പുറത്തായിട്ടുള്ളത് യൂണിസെക്സിൻ്റെ ഒരു ഷവർ റൂമാണ്. അതായത് സാധാരണ എവിടെ ചെന്നെന്ന് പറഞ്ഞാലും ജെൻസ് ആൻഡ് ലേഡീസ് എന്നും പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഷവർ റൂമുകളാണ് കൊടുക്കാറ്. അപ്പോൾ ഇന്നലത്തെ ക്യാമ്പിംഗ് സൈറ്റിലും എല്ലാം അങ്ങനെയായിരുന്നു. അതുമാത്രമല്ല നമ്മൾ എവിടെ ചെന്നാലും അങ്ങനെ തന്നെയാണ് കാണാറ്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഫാമിലി ഷവർ റൂം എന്നും പറഞ്ഞുകൊണ്ട് 2 റൂം ഫാമിലിക്കായിട്ട് ഷവർ ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷനും, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മെൻ ആൻഡ് വുമൺ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് സെക്ഷനൊന്നുമില്ല, യൂണിസെക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ സെക്ഷനാണ് എല്ലാവർക്കും ഷവർ ചെയ്യാൻ വേണ്ടി അവർ കൊടുത്തിരിക്കുന്ന ഏരിയ. എന്തായാലും അതിനകത്തോട്ട് ക്യാമറയും കൊണ്ട് പോകാൻ പറ്റത്തില്ല, നല്ല മുട്ടൻ ഇടി കിട്ടും. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്നുള്ള ആ ഒരു വിഷ്വൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്, അതിനകത്ത് ടോയ്ലറ്റ് സെക്ഷനാണ്. പിന്നെ ടോയ്ലറ്റ് സെക്ഷനിൽ അവർ മെൻ ആൻഡ് വുമൺ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ മെയിൽസിനും ബാക്ക് സൈഡിലായിട്ട് ഫീമെയിൽസിനുമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇവർ ലോണ്ടറി സെക്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാ ക്യാമ്പിംഗ് സൈറ്റിലും ഉള്ള പോലെ തന്നെ ഇവിടെയും ഒരു ലോണ്ടറി സെക്ഷൻ ഉണ്ട്. അപ്പം ഇവിടെ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ഒക്കെ താമസിക്കുന്നവർക്ക് അവരുടെ തുണി അലക്കാനും ഉണങ്ങാനും ഒക്കെ ആയിട്ട് വാഷിംഗ് മെഷീനും ഡ്രയറും ആ ഒരു ഫെസിലിറ്റീസ് എല്ലാം തന്നെ അവർ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ചെറിയ പൗണ്ട് പേയ്മെൻ്റ് ഒക്കെ കൊടുക്കണം. അപ്പം അതിൻ്റെ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് തൊട്ടപ്പുറത്ത് വീണ്ടും ഒരു ഷെഡുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ക്യാമ്പേഴ്സിൻ്റെ കിച്ചണാണ്. നമ്മളൊരു മോട്ടോർ ഹോമിൽ വന്നുകൊണ്ട് അതിനകത്ത് കിച്ചണുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ കിച്ചൺ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന പല വണ്ടികളും കിച്ചൺ ഫെസിലിറ്റി ഇല്ലാത്ത ഒത്തിരി വണ്ടികളുണ്ട്. അതായത് സ്വന്തമായിട്ട് കാറിൽ വന്നവരുണ്ട്, അവരവരുടെ വണ്ടി മാത്രമേ ഇവിടെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ചെറിയ കിച്ചൺ ഏരിയയാണ്. പക്ഷേ ഇതിനകത്ത് അടുപ്പൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ കട്ടിങ്ങും പരിപാടിയൊക്കെ ഇവിടെ ചെയ്യാം. അതുപോലെ തന്നെ ബൈക്കിൽ വന്നവരും ടെൻറ്റ് അടിച്ച് താമസിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കുള്ളതാണ് ആ ഒരു കിച്ചൺ. ഈ കാണുന്നതാണ് ഡിഷ് വാഷിംഗ് ഏരിയ എന്നുള്ളത്. നമ്മുടെ വണ്ടിയിലെ പാത്രങ്ങൾ, നമ്മൾ കുക്കിങ്ങിന് ശേഷമുള്ള പാത്രങ്ങളൊക്കെ കൊണ്ട് കഴുകാൻ വേണ്ടിയുള്ള ഒരു സെക്ഷനായിട്ടാണ് അവർ ഡിഷ് വാഷിംഗ് ഏരിയ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ക്യാമ്പർ വാൻ്റെ മൊത്തം വീഡിയോ കാണിച്ചതിനകത്ത് ഞാൻ മിസ്സായിപ്പോയ ഒരു പോർഷനായിരുന്നു വേസ്റ്റ് വാട്ടർ എങ്ങനെ കളയുന്നത്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ആ ലിവറെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ വേസ്റ്റ് വാട്ടർ കംപ്ലീറ്റിങ് പോരും. ഇത് വേസ്റ്റ് വാട്ടർ കളയുന്ന ആ ഒരു ഡ്രെയിനേജ് ഏരിയയാണ്. ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് വേണം നമ്മൾ ആ കമ്പിയെ പിടിച്ച് വലിക്കാനും. അതുപോലെ തന്നെ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യേണ്ടതും. അപ്പം ഇത് മാത്രം ഞാൻ കഴിഞ്ഞ വീഡിയോ മിസ്സായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ കാണുന്ന പറഞ്ഞാൽ സാങ്കോ സാൻഡി ഒയാസിസ് എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിൻ്റെ വ്യൂ പോയിന്റും അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ബീച്ചും പ്രൈവറ്റ് ബീച്ച് സെറ്റപ്പിലാണ് അത് കിടക്കുന്നത് തന്നെ. അതൊക്കെ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാരണം ഒരുപാട് ഇത് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന വീഡിയോയുടെ നീളം അങ്ങോട്ട് നീണ്ടുപോകും. അപ്പം ആൾക്കാർക്കും ബോറടിക്കും. അപ്പം നമ്മൾ ക്യാമ്പിംഗ് സൈറ്റ് അത്യാവശ്യം ഇവിടെ കവറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ വണ്ടിയിലോട്ട് കയറി അടുത്ത ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. വണ്ടിക്കകത്ത് നമ്മൾ തന്നെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വണ്ടിയുടെ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ബീച്ചാണ്. ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിലെ തിക്കും തിരക്കും പ്രധാനമായിട്ടുള്ളതും ഇവിടെ ബുക്കിംഗ് കിട്ടാനായിട്ടുള്ള ഏറ്റവും പാടും. അപ്പം നമുക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പേജ് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ഒക്കെ ചെയ്ത് കൂടെ കൂടിയേക്കണം കേട്ടോ. ക്യാമ്പിംഗ് സൈറ്റ് എല്ലാവരും കണ്ടില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആർക്കും നഷ്ടമാകത്തില്ല, വലിയ ചിലവുമില്ല, എല്ലാ ഫെസിലിറ്റീസും ഇവിടെയുണ്ട്. ഒരുപാട് വണ്ടിക്കാരും വരുന്ന സ്ഥലമാണ്. ഇവിടെ അത്യാവശ്യം എപ്പോഴും ഫുള്ളാണ്. അത് ടെൻ്റ് ആണെങ്കിലും സ്വന്തം കാറേ വരുന്നവരാണെങ്കിലും മിനി വാൻ ആണെങ്കിലും മോട്ടോർ ഹോം ആണെങ്കിലും ക്യാമറ വാൻ ആണെങ്കിലും എല്ലാം ഇവിടെ അത്യാവശ്യം ഫുള്ളാണ് എപ്പോഴും. അപ്പോൾ വരാൻ പ്ലാൻ ചെയ്യുന്നവർ നേരത്തെ ബുക്ക് ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഞങ്ങളുടെ ഡേ 3 തുടങ്ങുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ കൂട്ടുകാരെ. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ പേജ് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ.